ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് പകരം പിന്നോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. സാധാരണ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനി ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് നൽകുന്നത്. എന്നാൽ ശനിയുടെ ഈ സഞ്ചാരം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരേയൊരു രാശിയാണ് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത്. ഇവർക്ക് ഇപ്പോൾ 7.5 ശനി കാലഘട്ടമാണ്. അതായത് 2025 നവംബർ 28 വരെ ശനി ഇപ്രകാരം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല അവിചാരിത സംഭവങ്ങൾക്കും ഇവർ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഗുണദോഷ സമ്മിശ്രമാണ്. ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചിലവുകൾ കൂടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുചേരുന്നു. ബന്ധുക്കളിൽ നിന്നും അകൽച്ച നേരിടുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. യാത്രാ ദുരിതങ്ങൾ ഉണ്ടാവുന്നു. ഇനി ഈ നവംബർ മാസം 28 സംഭവിക്കാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇത് മുഴുവനായി സംഭവിച്ചില്ലെങ്കിൽ പോലും ഇതിൽ പറയുന്ന പകുതി കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ വന്നിരിക്കും എന്നതിൽ സംശയം വേണ്ട. വർഷങ്ങൾ ആയിട്ടുള്ള നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഫലം ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ നേട്ടം, ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഭദ്രത, അപ്രതീക്ഷിത ധനലാഭം, ലോട്ടറി എന്നിവയിൽ നിന്നും പണം ലഭിക്കാം. ജീവിതത്തിൽ സ്ഥിരതയുണ്ടാവും. ആത്മവിശ്വാസം വർദ്ധിക്കും. വിദ്യാഭ്യാസ നേട്ടങ്ങൾ ഉണ്ടാവാം. ഇനി ദോഷങ്ങൾ മാറുന്നതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അയ്യപ്പസ്വാമിയെ ശനിയാഴ്ച ദിവസം ഭജിക്കുന്നത് ഗുണം കൂടുതൽ ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. നീലാഞ്ജനം, എള്ളുതിരി എന്നിവ നടത്തുന്നതും ദാനധർമ്മങ്ങൾ നടത്തുന്നതും ദോഷം കുറച്ച് ഗുണനേട്ടങ്ങൾ ഉണ്ടാവുന്നതിനായി നിങ്ങളെ സഹായിക്കുന്നതാണ്.